ഞാൻ ആരുടെയും പക്ഷം പിടിക്കാറില്ല. ന്യായത്തിന്റെ പക്ഷം മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഇവിടെ മരണത്തിന് മുഖാമുഖം കണ്ടു കിടക്കുന്നത് എന്റെ ഭാര്യ. അവൾ അനുഭവിച്ച അതേ വേദന മനസ്സുകൊണ്ട് ഞാനും അനുഭവിച്ചതാണ്. എനിക്കെന്റെ രമയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇവളിതെല്ലാം അനുഭവിച്ചതിന്റെ പേരിൽ നിരപരാധിയായ ഒരു പെൺകുട്ടി ശിക്ഷിക്കപ്പെടരുത്. അവൾ ഒരു കൊലപാതകയല്ല, അതിനുള്ള മനസ്സും അവക്കില്ല. ഒരു പെണ്ണിന്റെയും കണ്ണീരിന്റെ ശാപം എന്റെ ഭാര്യ അനുഭവിക്കേണ്ടി വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എങ്കിൽ പിന്നെ രമാമായിക്ക് വിഷം കൊടുത്തത് ആരാ? ആരായാലും അത് ചിന്നു ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ രമേശോട് ആരാ ഈ കടുങ്കൈ ചെയ്തത്? അത് ആര് വേണമെങ്കിലും ആവാം. എല്ലാവർക്കും അവരുടേതായ പരാതികൾ രമയ്ക്കെതിരെ ഉണ്ടായിരുന്നല്ലോ. ജയരാമേട്ടനെ അങ്ങനെ കാടടച്ചു വെടിവെക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നല്ല വ്യക്തമായിട്ട് പറയണം. എന്റെ അമ്മ ഒഴികെ കുടുംബത്തിലെ എല്ലാവരെയും എനിക്ക് സംശയമുണ്ട്. നീലിമ പറഞ്ഞില്ലേ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന്. കുടിക്കും. എന്റെ ഭാര്യയ്ക്ക് വിഷം കൊടുത്തത് ആരായാലും അത് ഞാൻ കണ്ടെത്തിയിരിക്കും. അവിടെ പിന്നെ അളിയനെന്നോ മച്ചമ്പിയെന്നോ മരുമകളെന്നോ ഒന്നും ഞാൻ നോക്കില്ല. ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് സാർ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടി ചെയ്യണം. ആ പെണ്ണിനെ വെറുതെ വിടുന്ന കാര്യമാണെങ്കിൽ അത് നടക്കില്ല. എങ്കിൽ സാറിന് വലിയ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഒരുത്തനെ സാറിന്റെ കരണക്കുറ്റി അടിച്ചു പൊളിക്കാൻ സാറിന്റെ ക്യാബിനിൽ കയറി നിൽപ്പുണ്ടെന്ന് ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു പറ. പിന്നെ പറയുമ്പോ ജയരാമന്റെയും രമാദേവിയുടെയും മകൻ മഹി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് കൂടി പറഞ്ഞേക്കണം. എന്നോട് തർക്കിച്ച് അലമുണ്ടാക്കുന്നതിന് മുമ്പ് ഒന്നും മന്ത്രിയെയോ അദ്ദേഹത്തിന്റെ PAയെ വിളിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അന്വേഷിക്കുന്നതേ സാറിന് ഗുണം ചെയ്യും. ഇല്ലെങ്കിലേ പിന്നെ കല്യാണിയുടെ കാര്യത്തില് സാറ് കാണിക്കുന്ന അതേ മനോഭാവം തന്നെയായിരിക്കും എന്റേതും. ക്ഷമയും വിട്ടുവീഴ്ചയൊന്നും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. സോറി, ആളറിയാതെ ഞാൻ സാറിനോട് മോശമായി പെരുമാറിപ്പോയി. എന്നോട് ക്ഷമിക്കണം. സാർ ഇരിക്കണം. വേണ്ട, അത് പറ്റില്ല സാർ. സാർ ഇരുന്നാലേ ഞാൻ ഇരിക്കത്തുള്ളൂ. എന്നോടുള്ള പെരുമാറ്റത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. കല്യാണിയുടെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് എനിക്കറിയണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ അടുത്ത നടപടികളെ കുറിച്ച് ചിന്തിക്കാൻ. കല്യാണിയെ ഉടൻ വിട്ടയക്കാൻ ഹോം മിനിസ്റ്ററുടെ ഓർഡർ ഉണ്ട്. സാറിന്റെ വീട്ടിൽ നിന്ന് ആരൊക്കെയോ നിർബന്ധിച്ചത് കാരണമാ മന്ത്രി തന്നെ ഈ കേസിൽ നേരിട്ട് ഇടപെട്ടത്. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൊന്നും മന്ത്രി ഇടപെടാറില്ല. എങ്കില് എത്രയും വേഗം കല്യാണിയുടെ പേരിലുള്ള കേസുകളെല്ലാം ഒഴിവാക്കി അവളെ വിട്ടയക്കണം. ശരി സാർ. പക്ഷേ ആഭ്യന്തരമന്ത്രിയുടെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് സാറെന്നുള്ള കാര്യം എന്നോട് നേരത്തെ സൂചിപ്പിക്കാമായിരുന്നു. ഇക്കാര്യം സാർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കില്ലായിരുന്നു. എല്ലാം ഒരു തെറ്റിദ്ധാരണയായിരുന്നു സാർ. ഇതിന്റെ പേരിൽ സാറിന് എന്നോട് ശത്രുതയൊന്നും ഉണ്ടാവാൻ പാടില്ല. എത്രയും പെട്ടെന്ന് കല്യാണി റിലീസ് ചെയ്തതാ. രാഹുൽ സർ, ആ കല്യാണിയെ പെട്ടെന്ന് കൊണ്ടുവരും. ശരി സർ. ഫോർമാലിറ്റീസ് എല്ലാം തീർത്തിട്ട് ഞാൻ വിട്ടേക്ക് സാർ. വരൂ.
പേടിക്കണ്ട, എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് സോൾവ് ആക്കിയിട്ടുണ്ട്. ഇനി ആരും ഇക്കാര്യം പറഞ്ഞ് നിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കില്ല. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. രമ മാഡത്തിന് വിഷം കൊടുത്തത് ഞാനല്ല. എനിക്കറിയാലോ, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നത്. പിന്നെ ഇവിടെ ആരും നിന്നെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. ഇല്ല സർ. അതെനിക്കറിയാം സീതേ. എനിക്ക് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ലക്ഷ്മിയും അർജുനും ഒക്കെ ചേർന്ന് അങ്ങനെ ഒരു ചതി കല്യാണിയോട് ചെയ്തു എന്നത് സത്യം. പക്ഷേ അപ്പോഴും കല്യാണിയോടൊപ്പം മഹി ഉണ്ടായിരുന്നു. കല്യാണിക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതെ മഹി അവളെ നോക്കിയിട്ടുമുണ്ട്. പിന്നെ ജയരാമൻ സാറിനും കല്യാണി നിരപരാധിയാണെന്ന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ അവര് രണ്ടാളും ചേർന്ന് കല്യാണിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കിയത്. ദേ മഹി വിളിച്ചിരുന്നു. അവൻ കല്യാണിയും കൊണ്ട് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ മഹിയും കല്യാണിയും ചേർന്ന് ഇവിടെ എത്തുമ്പോ പറയും. മുഖമൊക്കെ കഴുകി സന്തോഷത്തോടെ നിക്കണം. ചെല്ല്.